സ്കൂളുകളിലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ADHDക്കാരെ മാനേജ് ചെയ്യാൻ. പക്ഷേ മാനേജ് ചെയ്യാം. അവർക്ക് പ്രത്യേകം ക്ലാസ് റൂം അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്യുവാണെങ്കിൽ അവർക്ക് നല്ല അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓട്ടിസം ആണെങ്കിൽ ഒരു കാരണവശാലും മിക്കവാറും കുട്ടി നമ്മുടെ മുഖത്ത് നോക്കത്തില്ല. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒട്ടും അറ്റൻഡ് ചെയ്യത്തില്ല. മിക്കവാറും കുട്ടികൾ തന്നെത്താനെ വാരി കഴിക്കാനൊന്നും തയ്യാറാവത്തില്ല. കൈയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ചില കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമസ്കാരം. നമ്മുടെ ഒപ്പം ഉള്ളത് ലീല കമ്മ്യൂണിറ്റി ഹോം സ്കൂളിൻ്റെ ഡയറക്ടർ ലിസ്യു ഫ്ലവർ ആൻ്റണി മാമാണ്. മാം, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. ADHDയും ഓട്ടിസം ഇപ്പോൾ ഫെമിലിയർ ആണ് എല്ലാ പേരൻസിനും. പക്ഷെ അതെന്താണെന്നും അതിനകത്ത് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നതെന്നും എന്തൊക്കെ സിംറ്റംസ് ഉണ്ടെന്നും അതിനെക്കുറിച്ചിട്ട് ഒരു അവയർനെസ് ആർക്കും ഉണ്ടാവില്ല. പേരൻസിന് മനസ്സിലാവും വിധം ഇതിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് പറയാം. ഓട്ടിസം സ്പെക്ട്രത്തിൽ വരുന്ന കുട്ടി ഓട്ടിസം ആണെങ്കിൽ ഒരു കാരണവശാലും മിക്കവാറും കുട്ടി നമ്മുടെ മുഖത്ത് നോക്കത്തില്ല. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒട്ടും അറ്റൻഡ് ചെയ്യത്തില്ല. അതുപോലെ ഒന്ന് കെട്ടിപ്പിടിക്കാമെന്ന് വെച്ച് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ തട്ടിമാറ്റും. ചില കുട്ടികൾ, മിക്കവാറും കുട്ടികൾ നമ്മൾ പറഞ്ഞത് തന്നെ തിരിച്ചു പറയും. എക്കോലാലിയ കാണും. പേരെന്താന്ന് ചോദിച്ചാൽ പേരെന്താ, മോൻ്റെ പേരെന്താ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഫാനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് കണ്ണ് മാറ്റത്തേ ഇല്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഫ്ലാപ്പിങ്ങോ ഇങ്ങനെ നീന്തൽ പോലെയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൈകൊണ്ടുള്ള ആക്ഷൻസ് അവർ കാണിച്ചുകൊണ്ടേയിരിക്കും. ഒട്ടും താല്പര്യപ്പെടാത്ത ചില കാര്യങ്ങളൊക്കെ കൈ പിടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും ഒരു കമ്പിൻ്റെ തുമ്പൊക്കെ എന്നാത്തിനാണ് അവർ കൈ പിടിച്ചേക്കുന്നത്. അല്ലെ ഒരു നൂല്, ഉടുപ്പിൻ്റെ നൂല് നമ്മുടെ ദേഹത്തുനിന്ന് ഉടുപ്പെന്ന് ചിലപ്പോൾ പറിച്ചെടുക്കും. പിന്നെ ഓട്ടിസം ഉള്ള കുട്ടികൾ, മിക്കവാറും കുട്ടികൾ ഈ ഇച്ചിരി ലിക്വിഡായിട്ടുള്ള സാധനങ്ങളൊക്കെ, കറികളൊക്കെ ഇല്ലേ, അതുപോലെ കുറുക്കുകളൊക്കെ വായിൽ വെക്കാനായിട്ടൊക്കെ അവർക്ക് ഭയങ്കര അറപ്പാണ്. അങ്ങനെയൊക്കെ കുറച്ച്. പിന്നെ അവർ ഒരു കാരണവശാലും മിക്കവാറും കുട്ടികൾ തന്നെത്താനെ വാരി കഴിക്കാനൊന്നും തയ്യാറാവത്തില്ല. കൈയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ചില കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതൊക്കെ നമ്മുടെ ഒബ്സർവേഷനിൽ നിന്നാണ് കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ കൈയുടെ ഒക്കെ പറഞ്ഞത്. ബാക്കിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ ലക്ഷണങ്ങളിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെയുള്ള കുട്ടികൾ മിക്കവാറും ഓട്ടിസത്തിൻ്റെ പല വേരിയേഷൻസ് ഉള്ള കുഞ്ഞുങ്ങളായിരിക്കും. അതുപോലെ തന്നെ ADHDക്കാരെന്ന് പറഞ്ഞാൽ കണ്ണ് ഒരു തരത്തിൽ നിൽക്കത്തില്ല. ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥാനത്തിലോട്ട് ഓടും. കഴിയത്തില്ല, ചെയ്തുകൊണ്ടിരിക്കുന്ന കളി ഇട്ടച്ചിട്ട് ഓടും. അപ്പോഴായിരിക്കും വേറൊരു സംഭവം കിട്ടിയത്, അങ്ങോട്ടോടും. പിന്നെ നമ്മൾ പറയുന്ന മിക്കവാറും ഒരു കാര്യങ്ങളും അവർ കേൾക്കത്തില്ല. നമ്മൾ ഇങ്ങോട്ട് വന്ന് വിളിച്ചേച്ച് നോക്കുമ്പോഴത്തേക്കിന് അങ്ങോട്ട് തന്നെ ഓടിപ്പോയിട്ടുണ്ടാവും. ഭയങ്കര സ്പീഡിലാണ് ഇവരുടെ ഈ ADHDക്കാരെ എങ്ങനെ സ്പീഡ് കൂടുതലാണ് അവർക്ക്. പിന്നെ പെയിനൊന്നും കാര്യമായിട്ട് ഒരു പ്രശ്നമല്ല. വീഴുമൊക്കെ ചെയ്താൽ ആ വീണെടുത്തുനിന്ന് അവർ എഴുന്നേറ്റ് പോരും. കൈയും കാലും ഒക്കെ എല്ലായിടത്തും വലിഞ്ഞു കയറും. കൈയും കാലുമൊക്കെ ഒടിയുന്നൊന്നും അവരുടെ സ്ഥിരം പാറ്റേൺ. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് അവർ കാണിക്കും ജനറലായിട്ട്. പിന്നെ എല്ലാത്തിനും മൈന്യൂട്ടായിട്ടുള്ള ഒത്തിരി ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഓരോരുത്തർ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻറ്റാണ് ഓരോരുത്തർ കാണിക്കുന്നത്. അറ്റൻഷൻ ഒട്ടും കാണത്തില്ല. ക്ലാസ്സിലങ്ങ് അടങ്ങിയിരിക്കത്തില്ല. ഒരു കാരണവശാലും അടങ്ങിയിരിക്കില്ല. ഇപ്പം ഇവിടെ ഇരുത്തി വെച്ച് ടീച്ചർ മാറുമ്പോഴത്തേന് ജനലിൻ്റെ അവിടെ ചെയ്യും. ഏത് നേരം നമ്മളവരെ വിളിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കത്തുള്ളൂ. പേരിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം ക്ലാസ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ADHDക്കാരെ മാനേജ് ചെയ്യാൻ. പക്ഷേ മാനേജ് ചെയ്യാം. അവർക്ക് പ്രത്യേകം ക്ലാസ് റൂം അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്യുവാണെങ്കിൽ അവരെ നമ്മൾക്ക് ക്ലാസ് റൂമിൽ മാനേജ് ചെയ്തുകൊണ്ട് പോവാം. പക്ഷേ റെമഡിയേഷൻ ചെയ്തിരിക്കണം. ആ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പേരൻറ്റും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നല്ലപോലെ കുട്ടിക്ക് ട്രെയിനിങ് കൊടുത്താൽ അവരെ നല്ല സുന്ദരമായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അവർക്ക് നല്ല അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റും. ADHD ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ എനിക്കുണ്ടായിരുന്നു. 12th വരെ പഠിക്കാൻ പറ്റാതിരുന്നവർ 12th ഒത്തിരി ബിഹേവിയറൽ ഇഷ്യൂസും കാണിക്കും. ഈ ADHD ഉള്ളവർ ഒത്തിരി കുറുമ്പ് തരങ്ങൾ കാണിക്കും. പക്ഷെ അതൊന്നും തിരിച്ചറിയത്തില്ല. ഈ കൊച്ചിങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവൻ്റെ സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ വന്നത് ചെറുതിലേ മുതൽ അവനെ വേണ്ടവണ്ണം മാനേജ് ചെയ്യാതെ പോയതുകൊണ്ടാണ് അവർക്ക് ഈ സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടായേക്കുന്നത്. ചിലർ കോണ്ടാക്ട് ഡിസോർഡറിലേക്ക് പോകാറുണ്ട്.
അത് നമ്മൾക്ക് മാനേജ് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയും വന്നിരുന്ന കുട്ടികളെ അപ്പോൾ 6-7 വർഷം എടുത്തു ആ ഒരു കൊച്ചിനെ റെഡിയാക്കി 12th പാസ്സാക്കി വേറെ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് ഇപ്പം നല്ല സുന്ദരമായിട്ട് ജീവിക്കുന്നു. അതൊക്കെ സാധ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ഇത്രയും ദീർഘകാലം അതിനുവേണ്ടി ശ്രമിക്കണം. അപ്പോൾ അവർക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ ടീച്ചേഴ്സിന്, സ്കൂളിലെ ടീച്ചേഴ്സ്, അതായത് എല്ലാ സ്കൂളിലും ടീച്ചേഴ്സിന് ഈ ഒരു ഡയഗ്നോസ് ചെയ്യുന്ന ഈ ഒരു ഇഷ്യൂ ഡയഗ്നോസ് ചെയ്യുന്നതിൽ വലിയൊരു പങ്കുണ്ടല്ലേ? അതെ, ടീച്ചേഴ്സിനായാലും എല്ലാ സ്കൂളുകളിലും ഇതിനൊരു അവയർനെസ് കൊടുക്കുന്നതും വലിയൊരു അനുഗ്രഹമായിരിക്കും കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ പേരൻസിനും. ഞാനങ്ങനെ കുറേ സ്കൂൾസിൽ പോയിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിനെ, ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ധാരാളം സ്കൂൾസ് കാണുമല്ലോ. അങ്ങനെ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിലെ LKG UKG ടീച്ചേഴ്സിന്, പിന്നെ LP സെക്ഷൻ, അങ്ങനെ സെക്ഷൻ വൈസായിട്ട് ട്രെയിനിങ്ങുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്കത് വലിയ സന്തോഷമായിട്ടാണ്. ഞാൻ മാനേജ്മെൻറ്റിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത്രയും കരുതലോടെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ. ആ LKG UKG കാലഘട്ടത്തിൽ ഇച്ചിരി പരിഗണന കൊടുത്താൽ ചില കുട്ടികളൊക്കെ അങ്ങ് ഈ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഈ ഗ്രൂപ്പിൻ്റെ കൂടെ, പിയർ ഗ്രൂപ്പിൻ്റെ കൂടെ അങ്ങ് പൊയ്ക്കോളും. പക്ഷെ പേരൻ്റ് കൃത്യമായിട്ട് പഠിക്കണം. എങ്കിലേ ഉള്ളൂ നമ്മുടെ കൊച്ചിന് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് ലേണിംഗ് ഡിസബിലിറ്റി. അതിൻ്റെ കാര്യവും അത് അക്നോളജ് ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതൊക്കെ ഒത്തിരി കാര്യങ്ങൾ അതിനെപ്പറ്റിയൊക്കെ പറയാനുണ്ട്. നമ്മൾ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇതൊക്കെ. അവർക്കൊക്കെ സുഖമായിട്ട് ജീവിക്കാവുന്ന ആളുകളാണ്. പക്ഷെ അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അവർ ഭാവിയിൽ വളരെയധികം കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് അറിവുകൾ നൽകിയ മാമിന് ഒരുപാട് നന്ദി. താങ്ക് യു.